ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോങ് ടെയിൽ ബോ നമുക്കൊന്ന് ചെയ്താലോ? ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 ഇഞ്ച് നീളത്തിലുള്ള റിബണാണ് കേട്ടോ. 1 ഇഞ്ച് നീളത്തിലുള്ള റിബൺ. ഇത് 17 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു 3 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തെടുത്തിരിക്കുന്നത് 45 സെൻറ്റിമീറ്റർ ആണ്. ഇത് 45 സെൻറ്റിമീറ്റർ നീളത്തിൽ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 45 to 55 ഒക്കെ എടുക്കാം. നമുക്ക് നമ്മുടെ ഹാൻഡിൽ എങ്ങനെ നമുക്ക് എത്രത്തോളം ലെയർ മടക്കി എടുക്കണം, ഫോൾഡ് ചെയ്തെടുക്കണം, അത്രത്തോളം നമുക്ക് എടുക്കാം. അത് നമുക്ക് ഒത്തിരി ലെയർ ഇങ്ങനെ വേണമെങ്കിൽ അതിനനുസരിച്ച് നീളം കൂട്ടിയെടുക്കാം. അത് ഇത്ര ലെങ്തിൽ കട്ട് ചെയ്യണമെന്നില്ല. നമ്മുടെ ഹാൻഡിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു 4-5 ലെയേഴ്സ് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇതുപോലെ ഞാനിപ്പോൾ ഒരു 5 ലെയറാണ് ഇങ്ങനെ കറക്റ്റ് എടുത്തിരിക്കുന്നത്. ഈ 5 ലെയർ കറക്റ്റ് എത്രയാണ് നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ച് എടുത്തിട്ട് ബാലൻസ് കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ റിബണിലെന്ന് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കുക. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ 2 സൈഡിലും ഒരു അലിഗേറ്റർ ക്ലിപ്സോ എന്തെങ്കിലും കൊണ്ട് ഫിക്സ് ചെയ്തിട്ട് നമ്മളത് സെൻറ്ററിലൊന്ന് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ. ഇനി ആ സൈഡിൽ വരുന്ന ബാലൻസ് ഞാൻ ആ സെൻറ്ററിലേക്ക് നിൽക്കാൻ കണക്കിനുള്ളത് ബാലൻസ് കട്ട് ചെയ്തങ്ങ് മാറ്റി കൊടുത്തേട്ടോ. അതിന് ശേഷമാണ് ഞാനത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കണ്ടോ, അങ്ങ് കട്ട് ചെയ്തു ഇതുപോലെ. എന്നിട്ടിത് ഹാൻഡ് നമുക്ക് എല്ലാം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റിയില്ലെങ്കിൽ ഒരു സൈഡിൽ നമ്മൾ അലിഗേറ്റർ ക്ലിപ്പോ എന്തെങ്കിലും കൊടുത്തൊന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ചെയ്യുക. എന്നാലേ അത് പ്രോപ്പറായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. സാധാരണ നമ്മൾ ബോ ചെയ്യുന്ന ഇനിയൊന്നുമില്ല, സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്ത് ബോ ചെയ്യുന്നത് പോലെ അങ്ങ് ചെയ്താൽ മാത്രം മതി കേട്ടോ. പിന്നെ നമുക്ക് കുറച്ചിത് 2-3 ലെയർ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഓരോ ലെയറും അത് വരുന്നത് ഗ്യാപ്പിൽ നന്നായിട്ട് കറക്റ്റ് ആ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറക്റ്റായിട്ടുള്ള ഒരു ലെയറും സെക്കൻഡ് ലെയറും തേർഡ് ലെയറും തമ്മിൽ ഓരോരോ ഫോൾഡിങ് തമ്മിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. അത് കറക്റ്റ് ഈക്വലായിട്ട് നിന്ന് സ്റ്റിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഉണ്ടോ? ഇനി ഇതിന് ശേഷം ഒന്ന് ടൈ ചെയ്തെടുക്കുക. അതോടെ നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ടാവും. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇരിക്കില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചാൽ മാത്രമേ അത് നല്ല രീതിയിൽ ഇരിക്കുള്ളൂ. കണ്ടോ? സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. ഇനി ഇതിനെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഓരോന്നും ചേർത്ത് നമ്മളൊന്ന് വെക്കുമ്പോഴാണ് ഈ രീതിയിലൊന്ന് ആയി കിട്ടുന്നത് കേട്ടോ. ഇനി സെൻറ്റർ ഒന്ന് കവർ ചെയ്ത് എടുക്കുക. അതിനുവേണ്ടി ഞാൻ സെയിം റിബൺ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. ജസ്റ്റ് കവർ ചെയ്ത് ഗ്ലൂ അപ്ലൈ ചെയ്യുക, ലാസ്റ്റ് നിർത്തുക, എന്നിട്ട് ബാലൻസ് കട്ട് ചെയ്ത് മാറ്റുക. ഇത് സാറ്റിൻ റിബൺ അല്ല, ഇത് ചെക്കിൻ്റെ ഒരു സാധാ റിബണാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉരുക്കിയാൽ പെട്ടെന്ന് അവിടെ നിൽക്കില്ല. അതുകൊണ്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. നമ്മൾ ഗ്ലൂ വെച്ച ഉടനെ ഹാൻഡ് അവിടെ വെക്കരുത് കേട്ടോ. ഇനി അതിനുശേഷം സെൻറ്ററിൽ ഞാൻ ചെറിയൊരു ഫ്ലവർ കൊടുക്കുന്നുണ്ട്. അതിന് റിബൺ എടുക്കുന്നു. അതിനെ ഇങ്ങനെ കുഞ്ഞായിട്ട് ചെറിയ സ്മോൾസ് ഡോട്ട്സ് കൊടുത്ത് ഞാൻ അതിന് ഇങ്ങനെ കോർത്തെടുക്കുന്നു. അത് എത്ര സെൻറ്റിമീറ്റർ എന്ന് ഞാൻ അത് കട്ട് ചെയ്തില്ല. എനിക്കൊരു കുറച്ച് ആവശ്യത്തിന് ആ സെൻറ്ററിലത്തേക്ക് ഒരു ചെറിയ ഫ്ലവർ, അതിനനുസരിച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്ത് ബാലൻസ് അതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റി. ഉണ്ടോ? ഇതുപോലെ കോർത്തു, അതിനുശേഷം ഇത് ചെയ്തു, അതിനുശേഷം കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. കണ്ടല്ലോ, ഞാൻ നേരത്തെ എടുത്ത ആ 3 ആദ്യം എടുത്തില്ലേ 17 സെൻറ്റിമീറ്റർ നീളത്തിൽ, അതിനെ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്യുക. സെൻറ്ററിലൊന്ന് 2 സൈഡിൽ ക്രോസ് ആയിട്ടൊന്ന് നിർത്തുക. അതിനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. കാരണം ഇതിനെല്ലാം അവസാനം ജോയിൻ ചെയ്യാൻ വേണ്ടി വളരെ ഈസിയാണ്, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് എല്ലാം ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കത് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതിനൊന്ന് സ്റ്റിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഗ്ലൂ ഗൺ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് അങ്ങ് ഒട്ടിച്ചാലും മതിയാവും കേട്ടോ. ബാലൻസൊക്കെ ത്രെഡൊക്കെ ഉള്ളത് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. കാരണം സെയിം കളറാണെങ്കിൽ കുഴപ്പമില്ല, ഡിഫറെൻറ്റ് കളർ യൂസ് ചെയ്യുമ്പോൾ അത് വൃത്തിയായിട്ട് അറിയാൻ പറ്റും. ഇനി നമ്മുടെ ഹെയർ ബോ എടുത്ത് അതിലേക്ക് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫ്ലവർ പോലെ ചെയ്ത് വെച്ചിരിക്കുന്നതിനെ കൊടുത്തു. അതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു സ്റ്റോണോ ഒരു ബീഡ്സോ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു അറ്റാച്ച്മെൻറ്റ്. ഇതൊക്കെ ചെയ്യുമ്പോൾ ചെയ്ത് വെക്കുന്നത് കൂടുതൽ ചെയ്ത് വയ്ക്കും. അങ്ങനെ വരുന്നതാണ് കേട്ടോ. ഒരു കട്ട് ബീഡ്സ് അതിനൊന്ന് സ്റ്റോൺ ചെയിൻ കൊണ്ട് കവർ ചെയ്തതാണ്. ഇനി അടുത്ത് ഞാനൊരു ഫെൽറ്റ് ഷീറ്റ് എടുത്തതിന് ശേഷം, ഫെൽറ്റ് ഷീറ്റ് കാരണം ആ ഹാങ്ങിങ് നമുക്ക് ലോങ് ടെയിലാണ് ഞാൻ ചെയ്യുന്നത്. ആ ടെയിലുള്ളത് കൊണ്ട് ആദ്യം ഫെൽറ്റ് ഷീറ്റ് എടുത്ത് ഫെൽറ്റ് ഷീറ്റിലേക്ക് നമ്മളുടെ എന്ത് ചെയ്യും, ടെയിലിനെ ഒന്ന് അറ്റാച്ച് ചെയ്യണം കേട്ടോ. കണ്ടതേ അതിലേക്ക് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം
അതിലേക്ക് നമ്മുടെ ടെയിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ടെയിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം കാരണം ഇത് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം പുറകിലേക്ക് ഞങ്ങൾ വെച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. നല്ല പെർഫെക്റ്റ് ആയിട്ട് അങ്ങിരിക്കും. ഇനി ഇതിൻ്റെ പുറത്തേക്ക് എന്താ പറയുക ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, എല്ലാം ഒരേ ലെങ്താണ്. വേണമെങ്കിൽ എന്തെങ്കിലും എഡ്ജൊക്കെ ഉരുക്കി മാറ്റി കൊടുത്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് ഞാനൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തു. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് കിട്ടുന്നത്. നോക്കിയേ, ഇതൊക്കെ വളരെ സിമ്പിളാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കാരണം ഒത്തിരി ഓവറോ അങ്ങനെയൊന്നും അല്ല, നമുക്ക് ഡെയിലിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റും. നോക്കിയേ, അപ്പം നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.